ഗുഡ് ഈവനിങ്. വിനോദ് കുമാർ, ദ ഡിജിറ്റൽ ക്രിയേറ്റർ. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചില രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നമ്മൾ കാണുകയുണ്ടായി. ചൈനയുടെ പുതിയ ഒരു AI മോഡൽ വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ പല വീട്ടിൽ കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് പറയുന്നതിന് മുമ്പ് നമ്മൾ വന്ന വഴി മറക്കരുത് എന്നാണ് പറയുക. ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു ഇത്രയും നാൾ നമ്മൾ ലോകം ഭരിച്ചിരുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്ക അല്ലെന്നുണ്ടെങ്കിൽ ജപ്പാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാഷ്ട്രമായിരുന്നു ഗൂഗിൾ. ലോകരാഷ്ട്രം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അങ്ങനല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഗൂഗിള് അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമാണ് ഇന്ന് ലോകം ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ശാഖയ്ക്ക്. പക്ഷേ ChatGPT എന്നൊരു മോഡൽ വന്നപ്പോഴാണ് ഇത്രയും അത് ജനകീയമായത്. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്രയും കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് AI മോഡലിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ChatGPT ആണ്. ഇപ്പോൾ ChatGPTയുടെ അപ്രമാദിത്യം കുറയ്ക്കാൻ കൂടെ വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ചൈന ഒരു AI മോഡൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ഡീപ്സീക്ക് എന്ന് പറയുന്ന വളരെയധികം ഓളം സൃഷ്ടിക്കുകയുണ്ടായി. ഒരുപാട് പേരത് ഡൗൺലോഡ് ചെയ്യുകയും ChatGPT അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു AI മോഡലാണ് ഡീപ്സീക്ക് എന്ന് പറയുന്നത്. ഇനി ഇത്രയും നാൾ ഗാലറിയിലിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്ത് വളരെ ശക്തമായി ഇടപെടുകയുണ്ടായി. അങ്ങനെ ChatGPT പോലെ തന്നെ ഒരു AI മോഡൽ ഇന്ത്യയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചാറ്റ്സൂത്ര എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഇന്ത്യ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ 500 കോടി രൂപയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാം. കാരണം ഇന്ത്യയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ഒരു AI മോഡൽ ഇന്ത്യയുടെ കൈകളിൽ നിന്നും വരട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. Damn.